ഇന്ന് ഒത്തിരി പേർക്ക് പിരിക എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഷോപ്പിൽ വരാറുണ്ട്. കട്ടി കുറവുള്ള ആൾക്കാർക്ക് നമുക്ക് എങ്ങനെയാണ് പിരിക എഴുതുന്നതെന്നുള്ളത് ഞാൻ കട്ടി കൂട്ടുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിപ്പോ കട്ടി കുറഞ്ഞൊരു പിരികമാണ്. അപ്പൊ അതിന് ഞാൻ എങ്ങനെയാണ് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ, പിരിക ഒത്തിരി കട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ രീതിയിൽ ഞാൻ എൻ്റെ രീതിയിൽ കാണിച്ചു തരാം. അതേ നോക്കിക്കോളൂ കേട്ടോ. ആദ്യം ഈ സെന്ററിൽ നിന്ന് നമുക്ക് ഈ പിരികം വരച്ചു കൊടുക്കാം. ഇങ്ങനെ സെന്ററിൽ നിന്ന് താഴത്തേക്ക് വരയ്ക്കണം. എന്നിട്ട് പിന്നെ ഈ താഴെയുള്ള ലൈൻ മുട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുട്ടിച്ചു കൊടുക്കുക. ഇത് ഐബ്രോ പെൻസിലാണ്. അത് വെച്ചിട്ട് എഴുതിയാൽ മതി നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ, സിമ്പിൾ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ലൈറ്റ് ആയിട്ട് എഴുതി കൊടുത്താൽ മതി. എന്നാൽ എഴുതിയെന്ന് അറിയാനും പറ്റില്ല. നമുക്ക് ഇങ്ങനെ എഴുതുകയും ചെയ്യാം. ഇത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഈ സെന്ററിൽ നിന്ന് ആദ്യം തുടങ്ങണം കേട്ടോ. സെന്ററിൽ നിന്ന് തുടങ്ങിയിട്ട് താഴത്തേക്ക്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്ന് മുട്ടിക്കുക, പിന്നെ ഇവിടെ നിന്ന് ഇടുക. അപ്പൊ ഇതും അതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? ഇത്തിരി കട്ടി വെച്ചില്ലേ? അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് വരയ്ക്കുക. നമുക്ക് നമ്മുടേതായ രീതിയിൽ എഴുതാം കേട്ടോ. ഈ ആദ്യം സെന്ററിൽ നിന്നാണ് എടുക്കേണ്ടത്, എന്നിട്ട് താഴത്തേക്കാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് ഇത് തമ്മിൽ കൂട്ടിമുട്ടിച്ചാൽ മതി. അപ്പൊ അത്യാവശ്യം കട്ടി കൂടുതലായിട്ട് കിട്ടും. കണ്ടോ, അത്യാവശ്യം കട്ടി വെച്ചില്ലേ? അപ്പൊ നമുക്ക് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.